ഈ രഞ്ജിത്ത് ഇസ്രായേൽ ബുദ്ധിപൂർവം മാധ്യമങ്ങളെയും ആ അർജുന്റെ വീട്ടുകാരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുകയും രഞ്ജിത്ത് ഇസ്രായേലിനെതിരെയും വലിയ രീതിയിലുള്ള ഒരു ഹേറ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അതിന്റെ ആവശ്യമുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. 10 ദിവസം കഴിഞ്ഞിട്ടും അർജുനനെ കിട്ടിയില്ല. ഈ വിഷയത്തിൽ ചാനൽ റിപ്പോർട്ടിംഗ് ഒരു പുതിയ ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഏഷ്യാനെറ്റും 24 ന്യൂസും റിപ്പോർട്ടർ ചാനലും ഇടയ്ക്കൊക്കെ ന്യൂസ് 18 മാത്രമാണ് ആളുകൾ വാർത്ത കാണാൻ വേണ്ടി തെരഞ്ഞെടുത്തത്. എന്നാൽ മനോരമ, മാതൃഭൂമി തുടങ്ങിയ പരമ്പരാഗത മാധ്യമങ്ങളെ ജനം ഉപേക്ഷിച്ചൊരു കാലം കൂടിയായിരുന്നു ഇത്. അവർക്കിനി മത്സരകാലത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടെന്ന് തോന്നുന്നില്ല. റിപ്പോർട്ടറിനോടും 24നോടൊന്നും മത്സരിച്ച് കയറി വരാനുള്ള പ്രാപ്തി മനോരമയ്ക്കും മാതൃഭൂമിക്കും ഒന്നുമില്ല. പൂട്ടിപ്പോകുന്നതായിരിക്കും ചിലപ്പോൾ നല്ലത്. ആരാണ് ശരി, ആർക്കാണ് തെറ്റുപറ്റിയത്, ആരുടെ റിപ്പോർട്ടിംഗ് ആണ് ശരി എന്നൊന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പറയാൻ പറ്റുന്ന സംഭവങ്ങളൊന്നും അല്ല ഇപ്പോൾ നമ്മുടെ ചുറ്റും നടക്കുന്നത്. ആളുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ടർ ചാനലും 24 ചാനലും കാണുന്നു എന്ന് വെച്ചാൽ അതിനർത്ഥം പ്രേക്ഷകർ ഈ തരം മാധ്യമ റിപ്പോർട്ടിംഗ് ഇഷ്ടപ്പെടുന്നു എന്ന് തന്നെയാണ്. പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. മാധ്യമ നൈതികത എന്ന് പറയുന്ന ഒന്നുണ്ട്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചാനലും മാധ്യമ നൈതികതയൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ ഒരാളെ മാത്രമായി കുറ്റം പറയാനുള്ള ഒരു സാഹചര്യവുമില്ല. ഒരാൾ കുറച്ച് കൂടുതൽ ചെയ്തു, ഒരാൾ കുറച്ച് ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അർജുൻ വിഷയത്തിൽ ചാനലുകൾ തമ്മിൽ കടുത്ത മത്സരവും വെല്ലുവിളികളും മര്യാദ പഠിപ്പിക്കലും ഒക്കെ നടക്കുന്നുണ്ട്. നിങ്ങളതൊക്കെ കാണുന്നുണ്ടോ? നമുക്ക് ചിലതൊക്കെ ഒന്ന് കാണാം. തുറന്നു പറയാം, ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന ആളിനെ പല മാധ്യമങ്ങളിലും ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെ മുമ്പും കണ്ടിരുന്നു. അത് ഉത്തരാഖണ്ഡിലെ രക്ഷാപ്രവർത്തനത്തിനിടയ്ക്കായിരുന്നു. അന്ന് NDRFനൊക്കെ ഒപ്പം നിൽക്കുന്ന ആളായി കണ്ടു. അതുകൊണ്ട് ഞങ്ങളും ചില ചർച്ചകളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചെയ്തത് ശരിയായ ഒരു കാര്യമായിരുന്നില്ല. ഇത്തരം ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാനുള്ള വൈദഗ്ധ്യമോ അതിനുള്ള പ്രാവീണ്യമോ ഒന്നുമില്ലാതിരുന്ന ഒരാൾ വളരെ ബുദ്ധിപൂർവം മാധ്യമങ്ങളെയും ആ അർജുന്റെ വീട്ടുകാരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുകയും സ്വയം എന്തൊക്കെയോ പുലമ്പുകയുമായിരുന്നു. അത്തരക്കാർക്ക് അവസരങ്ങൾ കൊടുക്കാൻ പാടില്ലായിരുന്നു. വിലപ്പെട്ട സമയമാണ് അവർ ഇല്ലാതാക്കിയത്. നമ്മൾ കേരളീയരെന്ന് അഭിമാനിക്കുമ്പോഴും ഇത്തരം ആളുകൾ നമ്മളെ പറ്റിക്കുന്നു എന്നുള്ളത് ഈ ഓൺലൈൻ തട്ടിപ്പിലൊക്കെ നാം പെട്ടുപോകുന്നത് പോലെയാണ്. നമുക്ക് എല്ലാ കാര്യവും അറിയാം, പക്ഷേ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് നമ്മളായിരിക്കും. അതുകൊണ്ട് നമുക്കിതൊക്കെ പാഠമാവട്ടെ. നാളത്തെ രക്ഷാപ്രവർത്തനം ഫലപ്രാപ്തിയിലെത്തട്ടെ. നമ്മുടെ കാത്തിരിപ്പ് നാളെ അവസാനിക്കും. വിനു വി ജോണിനെ എതിർത്തും അനുകൂലിച്ചും ആളുകൾ അഭിപ്രായം പറയുന്നുണ്ട്. രഞ്ജിത്ത് ഇസ്രായേലിനെ കുറെ പേർ അനുകൂലിക്കുന്നു, കുറെ പേർ കുറ്റം പറയുന്നു. വിനു രഞ്ജിത്ത് ഇസ്രായേലിന്റെ നെഞ്ചത്ത് കയറിയപ്പോൾ റിപ്പോർട്ടറും 24 ചാനലും പരസ്പരമാണ് മത്സരിക്കുന്നത്. എന്തായിരിക്കും SP-യെ ഇത്രയേറെ പ്രകോപിപ്പിച്ചത് എന്നറിയണ്ടേ? അരുൺകുമാർ സൈറ്റിലെ SP-യുടെ അസാന്നിധ്യത്തെ ചോദ്യം ചെയ്തിരുന്നു. Where is the SP, sir? SP is coming there. SP is coming only. He is from Kalwa, right? He is coming from Kalwa. SP എവിടെ എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരമില്ല. SP വന്നുകൊണ്ടിരിക്കുന്നു. SP is coming. But SP is coming from morning onwards. SP എന്നോട് നേരിട്ട് പറഞ്ഞത് 9 മണിക്ക് SP എത്തും എന്നാണ്. പക്ഷേ SP എവിടെ എന്ന് ആർക്കും അറിയില്ല. So where should we go? Where should we go? How far? Tell us how far we should go. Where is your SP, sir? Tell him, he told me that he will brief us. Where is he? Where is the SP? ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും അരുൺകുമാറിനെയും റിപ്പോർട്ടർ ചാനലിനെയും SP ഇപ്പൊ മൂക്കിൽ വലിക്കും. ഇനി ഇവരുമായി യാതൊരു സഹകരണത്തിനും SP വരില്ല എന്ന്. എവിടെ? മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ കഥ മാറി. തുടരണം. നമുക്കിപ്പം ഉത്തരകന്നഡ SP ശ്രീ M. നാരായണ കണക്റ്റഡ് ആണ്. താങ്ക് യു ശ്രീ M. നാരായണ ഫോർ ജോയിനിങ് us. വെരി ഗുഡ് ഈവനിങ്. Hello, can you hear me, sir? Yeah, I can hear you, sir. Namaskar. Okay, namaskar. Some people are making some rumors that you won't speak to me. Yeah, this is all happened because one fellow called Munaf. Yes, definitely. There is no such thing. He just misused your channel, but that is a gone case. All reporters are equal to me, and I thank Kerala Media and Reporter Channel for tireless work here. I am seeing your people on the roads without Kana, Pina and all rains. They are so anxious than local people here. I really appreciate your professional journalism. But your channel was misguided by some fellow. Because of him, we have stopped our operation for 3 days in the wrong side. Thank you, Sri Narayana. Otherwise, I have greatest regards for Kerala Media, sir.
Thank you. Thanks a lot. And you are really cooperating with us in these final hours, and we should appreciate your cooperation. Your inputs are very valid, and people are getting right information without any rumors. And I really appreciate it. ഇന്നലെ 24 ചാനലിൽ ശ്രീകണ്ഠൻ നായർ സാറ് റിപ്പോർട്ടറിനെ പേരൊന്നും എടുത്തു പറയാതെ തന്നെ നല്ല രീതിയിൽ വിമർശിക്കുന്നുണ്ടായിരുന്നു. അന്വേഷണം വഴിതെറ്റിച്ചു, സ്ഥിരീകരിക്കാത്ത വാർത്തകൾ നൽകി തുടങ്ങിയ ആരോപണങ്ങളൊക്കെ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ തീർച്ചയായിട്ടും ഈ മാധ്യമത്തിന്റെ ഒരു സമ്മർദ്ദം രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്ക് ചെന്നലിക്കുകയും അതുവഴി ഒരുപാട് സമ്മർദ്ദങ്ങൾ കർണാടക സർക്കാരിലേക്ക് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. തത്സമയ വിവരങ്ങൾ നൽകുമ്പോൾ അത് യഥാർത്ഥമായ വിവരങ്ങളായിരിക്കണം, യാഥാർത്ഥ്യത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാകണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ വളരെ സീനിയറായ റിപ്പോർട്ടേഴ്സാണ് ഇപ്പോൾ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം കൂടി നമ്മുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടേഴ്സിനോട് പറയുകയാണ്. യഥാർത്ഥത്തിൽ ഒരു ചാനൽ മുന്നേറ്റത്തിന് വേണ്ടി നമുക്ക് ബോധ്യപ്പെടാത്ത ഒരു വാർത്തയും നമ്മൾ സംപ്രേഷണം ചെയ്യില്ല എന്ന് ഞാൻ പ്രേക്ഷകർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. കാരണം ചാനൽ മത്സരത്തിൽ മനുഷ്യാംശം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് ചില പ്രേക്ഷകരൊക്കെ, നമ്മളോട് എപ്പോഴും ഒന്നിച്ച് സഞ്ചരിക്കുന്ന ചില പ്രേക്ഷകരൊക്കെ പറയുന്നുണ്ട്. ഇക്കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ അരുൺ റിപ്പോർട്ടർ ചാനലിൽ മറുപടിയും പറയുന്നുണ്ടായിരുന്നു. ഇന്നലെ SP അടക്കമുള്ളവർ റിപ്പോർട്ടറിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ സർക്കാരിനെതിരെ വാർത്ത കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾ റിപ്പോർട്ടറാണോ എന്ന് മറ്റു ചില ചാനലുകളോട് ചോദിച്ചു. ഒരർത്ഥത്തിൽ ഞങ്ങളിതൊരു അംഗീകാരമായി തന്നെയാണ് കാണുന്നത് സാർ. അത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുമ്പോഴാണല്ലോ നമ്മൾ ഒരു സിസ്റ്റം ഉണരുന്നത്. റിപ്പോർട്ടർ ഒരേ ഒരു ക്യാമ്പയിൻ മാത്രമേ നടത്തുള്ളൂ. ഇത് ജില്ലാധികാരികളുടെ കയ്യിൽ നിൽക്കാത്ത രക്ഷാപ്രവർത്തനമാണ്. ആർമി വരണം. ഈ ആവശ്യം റിപ്പോർട്ടർ തുടർച്ചയായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ആർമിയെ വിളിക്കാൻ ഉള്ള സമ്മർദ്ദമേറി എന്നത് ശരിയാണ്, അത് നിഷേധിക്കുന്നില്ല. ജില്ലാ അതോറിറ്റിയുടെ നിരുത്തരവാദപരമായ സമീപനം നമ്മൾ അവിടെ കണ്ടതാണ്. റിപ്പോർട്ടറിൻ്റെ വാർത്താസംഘം എത്തുന്ന സമയത്ത് പോലും തിരച്ചിൽ നടക്കാത്ത കാഴ്ചയും തത്സമയം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഈ വീഴ്ചകളെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിച്ചതൊരു കുറ്റമാണെങ്കിൽ ഈ റിപ്പോർട്ടർ TVയോ ഞാനോ മാപ്പ് പറയാൻ തയ്യാറാണ്. രഞ്ജിത്ത് ഇസ്രായേലിനെതിരെയും വലിയ രീതിയിലുള്ളൊരു ഹേറ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടാവും. അദ്ദേഹത്തിൻ്റെ പരിശീലനത്തിൽ, അദ്ദേഹത്തിൻ്റെ അവിടുത്തെ സാന്നിധ്യത്തിൽ ഒക്കെ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാവും. പക്ഷേ ഒരു സിസ്റ്റവും രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കാനില്ലാതിരിക്കുമ്പോൾ ഈ രഞ്ജിത്ത് ഇസ്രായേലിയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പിന്നെ നിങ്ങൾ ആരുടെ വാക്കുകളാണ് കേൾക്കുക? അവിടെ ആരുടെ വാക്കുകളാണ് നിങ്ങൾക്ക് സോഴ്സായി ലഭിക്കുക? ഇത്രയൊക്കെ നടക്കുമ്പോൾ മീഡിയ വൺ ചാനൽ വെറുതെ ഇരിക്കോ? ഇല്ല, അവരും ഔട്ട് ഓഫ് ഫോക്കസിൽ ചർച്ച നടത്തി. സ്വയം വിദഗ്ധർ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ദുരന്ത ഭൂമികളിൽ പ്രത്യക്ഷപ്പെടുന്ന ആളുകൾ, അങ്ങനെയുള്ളവരെ ഞാൻ നിരുത്സാഹപ്പെടുത്തുമല്ല. അത്തരം ആളുകളൊക്കെ ഉണ്ടാവും. സ്വയം സന്നദ്ധരായിട്ട് ഇത്തരം രക്ഷാപ്രവർത്തകർക്ക് വരുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിനെ ഈ പബ്ലിക് റിലേഷൻ PR സ്റ്റണ്ടായിട്ട് മാത്രം എടുക്കുന്ന ആളുകളെ ഒരു കാരണവശാലും മാധ്യമങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. ഞാൻ ആരുടെ പേരെടുത്ത് പറയുന്നതല്ല. അത് തിരിച്ചറിയാനുള്ള വിവേകം മാധ്യമങ്ങൾക്കുണ്ടാവണം. അങ്ങനെ വരുന്ന ആളുകൾ ഇപ്പോൾ ഷിരൂർ എന്ന് പറയുന്ന കർണാടകയിലാണ്. കർണാടകയിൽ കന്നഡ മാത്രം സംസാരിക്കുന്ന ആൾക്കാരാണുള്ളത്. അപ്പോൾ മലയാളം മാധ്യമങ്ങളെ സംബന്ധിച്ച് മലയാളം സംസാരിക്കുന്ന ആളുകളെ കൊണ്ട് സംസാരിക്കും. ഇപ്പോൾ മലയാളം സംസാരിക്കുന്ന വിദഗ്ധനല്ലെങ്കിൽ മലയാളം സംസാരിക്കുന്ന ആരും എന്നൊരു തീർപ്പിലേക്ക് മാധ്യമങ്ങൾ എത്തരുത്. അത് വലിയ തരത്തിൽ മാധ്യമങ്ങളെ തന്നെ അപകടത്തിൽ ചാടിക്കും. മാധ്യമങ്ങൾക്ക് തന്നെ മാപ്പ് പറയുകയും പിന്തിരിയുകയും ചെയ്യേണ്ടി വരും. അത് നടന്നു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് ഒരു മാധ്യമത്തിന് പരസ്യമായി പറയേണ്ടി വന്നു. അയാളുടെ അഭിപ്രായം ജനങ്ങളെ അറിയിച്ചത് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയേണ്ടി വന്നു. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കേൾപ്പിച്ചവരുണ്ട്. പ്രൊഫഷണൽ രക്ഷാ ദൗത്യത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത പലതും ഷിരൂരിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങൾ ഇടപെട്ടതിന് ശേഷമാണ് തിരച്ചിൽ ഊർജിതമായത് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമൊന്നുമില്ല. എന്നാൽ ആ ഇടപെടൽ അതിരു കടന്നു എന്നതാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ശരിക്ക് കുറേ പേര് റിപ്പോർട്ടർ ചാനലിനെയും അരുണിനെയും കുറ്റം പറയുന്നു. കുറേ പേര് വണ്ടി ഉടമ മനാഫിനെയും രഞ്ജിത്ത് ഇസ്രായേലിനെയും കുറ്റം പറയുന്നു. വേറെ കുറേ പേര് കർണാടക സർക്കാരിന്റെ വീഴ്ചയെ കുറ്റം പറയുന്നു. എല്ലാം കഴിയുമ്പോൾ വേറെ കുറെ പേര് വന്നിട്ട് അർജുന്റെ വീട്ടുകാരെ കുറ്റം പറയുന്നു. കുറേ പേര് ആർമിയെയും നേവിയെയും കുറ്റം പറയുന്നു. ഇതൊക്കെ നടക്കുമ്പോഴും അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് മാത്രമാണ് ഇതിലെ ഒരു യാഥാർത്ഥ്യം. മാധ്യമങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആരോടും സ്നേഹമൊന്നുമില്ല കേട്ടോ. അർജുന് നീതി കൊടുക്കാൻ വേണ്ടി മാത്രമൊന്നുമല്ല ഇവരിങ്ങനെ പോരാടുന്നത്. അവരവരുടെ റേറ്റിംഗിന് വേണ്ടിയുള്ള ചില പരിപാടികളാണ് ഇതൊക്കെ. അതിനവർ ആരുടെ കൂടെയും നിൽക്കും, ആരെയും തള്ളിപ്പറയും, അത്രയൊക്കെ ഉള്ളൂ. തമ്മിൽ തല്ലുകൾ നടക്കട്ടെ, ചാനലുകൾ വളരട്ടെ.